All right. Assalamu alaikum wa rahmatullahi wa barakatuhu. Welcome to session 4 of Zine Academy's phase 2 of cybersecurity. അപ്പം ഈ ഒരാഴ്ച ഇൻഷാല്ലാ we'll be jumping into ഈ ഒരാഴ്ച phase 2 നമ്മൾ ഇതുവരെ കഴിഞ്ഞത് നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ ഹാക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ സെറ്റപ്പ് ചെയ്തു, പിന്നെ നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ ഹാക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെബ് ആപ്ലിക്കേഷൻ ഹാക്കിംഗ് ആണ്. ഓൾറൈറ്റ്, ആസ് ഓൾവേസ് the PDF is your friend. Always go back to the PDF. ഒന്ന് പറഞ്ഞ രണ്ട് പറയുമ്പോഴത്തേക്ക് go back to your PDF. All right? കാരണം sorry, got chicken pox. All right? അപ്പം very useless information. Anyways, അപ്പം we need the PDF's help. തുടങ്ങുന്നതും സെറ്റപ്പ് ചെയ്യുന്നതും എല്ലാം you can follow the PDF. ഞാൻ പറയുന്നതിനെ കേൾക്കുന്നു. ഷെയർ ചെയ്യുന്നുണ്ടോ എന്തേലും? ഒന്നും കാണുന്നില്ല. നോ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഷെയർ ചെയ്യുള്ളൂ. റൈറ്റ്, let me just disconnect my audio from this. കാരണം ഞാൻ പറയുന്നത് തന്നെ ഞാൻ കേൾക്കുന്നു. How do I disconnect voice from this? ആർക്കെങ്കിലും അറിയോ ഫോണിൽ എങ്ങനെയാണ് നമ്മൾ ഓഡിയോ കട്ട് ചെയ്യാന്ന്? I think it's disconnect my audio. Okay, much better now. Much better now. ഞാൻ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, അത് ഞാൻ പറയുന്നതിന് എക്കോ അടിച്ച് ഞാൻ കേൾക്കുന്നു. എനിവേസ്, സോ ഷെയർ ദ സ്ക്രീൻ നൗ. I'm so sorry. Okay, just let me know if you can see the screen. Can you see the screen? Screen കാണുന്നുണ്ടോ? Can you guys see the screen? Nope, you can't. Wait, what? Let me try again. Share. How about now? Can you see the screen? No? Oh, yes, good. All right. So, welcome to web application hacking. And this is, okay, again, go back to the PDF. The PDF is your friend. All right. So, hey. Welcome back, everyone. We need to talk about what we have been doing in the past few sessions, okay? അപ്പോൾ നമ്മൾ കാലി ലിനക്സ് സെറ്റപ്പ് ചെയ്തു, മെറ്റസ്പ്ലോയിറ്റബിൾ സെറ്റപ്പ് ചെയ്തു, നമ്മൾ ആയിരക്കണക്കിന് പോർട്ടുകൾ സ്കാൻ ചെയ്തു. അതിനകത്ത് 23 നമ്മൾ ഓപ്പണായി കണ്ടു. അതിനകത്ത് ചില സോഫ്റ്റ്വെയറുകൾ 2008 എന്നിട്ട് കണ്ടു. പിന്നെ എനിക്കിന്നൊരു NGL വന്നു, ഇതിനെ പറ്റി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? അത് എന്താ അറിയോ, phase 1 തിയറി ആയതുകൊണ്ട് മെല്ലെയാണ്. അപ്പം ഐ എം എക്സ്പെക്ടിങ് phase 2 വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യം ഓൾറെഡി അറിയുമെന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത്. ബട്ട് ദെൻ പ്ലീസ് ഡു കറക്റ്റ് മീ, പ്ലീസ് ടു സ്റ്റോപ്പ് മീ വെൻ യു ഫീൽ ഐ എം ഗോയിങ് ത്രൂ ഫാസ്റ്റ്. ഓൾറൈറ്റ്, കാരണം ചില കാര്യങ്ങൾ ഇപ്പം എനിക്കിത് അറിയായിരിക്കും, അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് പോകും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നില്ല. അപ്പോൾ സോ പ്ലീസ് ഡു സ്റ്റോപ്പ് മീ. ഓൾറൈറ്റ്, and then I'm so sorry, and I do understand that നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റിൽ പ്ലീസ് സ്ലോ ഡൗൺ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ യു ക്യാൻ ഓൾവേസ് സേ ഇൻ NGL, ഓക്കെ? കാരണം നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാവില്ല. സോ യു ക്യാൻ സേ മീ, യു ക്യാൻ ക്രിട്ടിസൈസ് മീ. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഇൻ ദ സെൻസ് more than 10 people, ഓക്കെ? അപ്പോൾ ഇത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഓക്കെ? സോ ഇറ്റ്സ് ടോട്ടലി ഫൈൻ ടു പോയിന്റ് യുവർ ഫിംഗേഴ്സ് അറ്റ് മീ, കാരണം യു ആർ ഹെൽപ്പിംഗ് മീ ടു, ഓക്കെ? ബിക്കോസ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം മീ ടീച്ചിങ് ദിസ്. അപ്പോൾ ഇതെങ്ങനെ പഠിപ്പിക്കുന്നതിൽ എനിക്ക് കുറച്ചുകൂടി റിഫൈൻ ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, സോ കമ്മിങ് ബാക്ക്. അപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് പോർട്ടുകൾ സ്കാൻ ചെയ്തു. അതിൻ്റെ അകത്ത് 23 പോർട്ടുകൾ ഓപ്പൺ ആണെന്ന് മനസ്സിലായി, ഓക്കെ? ഇതിൽ കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ ചെയ്തതാണ്. ഓൾറൈറ്റ്, പിന്നെ അതിൻ്റെ അകത്ത് ഒരു സ്പെസിഫിക് പോർട്ട് നമ്പർ 5900 ഓപ്പൺ ആണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ പാസ്വേഡ് ഡീഫോൾട്ട് പാസ്വേഡ് ആയിരുന്നു നമുക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? അത് 2008 വേർഷനാണ് എന്ന് നമ്മൾ Nmap ഉപയോഗിച്ചിട്ട് സർവീസ് വേർഷൻ സ്കാൻ ചെയ്തപ്പോൾ ആ വേർഷൻ നമ്പർ കിട്ടി. ആ വേർഷൻ നമ്പർ 2008 2008 ഇറങ്ങിയതിന് ഇങ്ങനത്തെ ഒരു വൾണറബിലിറ്റി ഉണ്ട് നമുക്കറിയാം. അത് നിങ്ങൾക്ക് എങ്ങനെ യു ആർ നോട്ട് സപ്പോസ് ടു നോ. അത് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, CWE എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ട്. ആ ഡാറ്റാബേസിൽ മുമ്പത്തെ ഒരുപാട്, ഇപ്പം നിങ്ങളുടെ ഫോണിലൊക്കെ ഒരു അപ്ഡേറ്റ്സ് വരുമല്ലോ, ആ മുമ്പത്തെ അപ്ഡേറ്റ്സിനെ സെക്യൂരിറ്റി ഫിക്സ് അവരെന്താ ചെയ്തത് എന്നുണ്ടാവും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? മുമ്പത്തെ അപ്ഡേറ്റിൽ എന്തൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വൾണറബിലിറ്റി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഡീഫോൾട്ട് പാസ്വേഡ്
പാസ്വേഡ് തന്നെയായിരുന്നു പാസ്വേഡ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി എന്ത് ചെയ്തു, നമ്മൾ കഴിഞ്ഞ സെഷനിൽ മിസ് ബ്രദർ അയാൻ ഹിയർ, ബ്രദർ അയാൻ അയ്യോ ഹിയർ അഖിൽ കരീം, ബ്രദർ അയാൻ ഇസ് ഹിയർ. സോ ബ്രദർ അയാനായിരുന്നു നമ്മൾ അതിൻ്റെ അകത്ത് റോൾ പ്ലേ ചെയ്തത്. ബ്രദർ അയാൻ്റെ ലാപ്ടോപ്പ് നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ ഉപയോഗിക്കുന്ന, there was brother Ayan sitting there and using Metasploitable doing his stuff. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റാൻഡംലി അവരെ പേടിപ്പിച്ചു. ഓക്കെ ബ്രദർ അയാൻ വി സി യു, അങ്ങനെ അവരുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മെസ്സേജസ് ഇൻസേർട്ട് ചെയ്തു. ഐ എം നോട്ട് ഷുവർ ഇഫ് ദാറ്റ്സ് എ വേർഡ്, ഇൻസേർട്ട്. എനിവേസ്, പിന്നെ എന്ത് ചെയ്തു, നമ്മൾ പാസ്വേഡ് മാറ്റി വി കിക്ക്ഡ് ഹിം ഔട്ട് ഓഫ് ഹിസ് ഓൺ മെഷീൻ. ഓക്കെ, നമ്മൾ അവരെ സ്വന്തം മെഷീനിൽ നിന്ന് പുറത്താക്കി. പിന്നെ നമ്മൾ റീബൂട്ട് ചെയ്തു. നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മളെ മെഷീനിൽ ഇരുന്ന് കമാൻഡ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും, അപ്പുറത്തെ ആളുടെ മെഷീന് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കും. ഓൾ റൈറ്റ്, that was that. Now we move on. We're not moving on, but then we are pausing that and we are moving to a different type of hacking. Okay, now this is web application hacking. All right, almost every company in the world today has a website or web application. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ വായിക്കുന്നില്ല. അതായത് ഒബ്വിയസ്ലി നമ്മൾ എന്തൊരു ആപ്പായാലും അതിനൊക്കെ എന്തുണ്ടാവും, ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ എന്തുണ്ടാവും, അതിന് ലോഗിൻ പേജ് ഉണ്ടാകും, സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് ഹാക്ക് ചെയ്യാൻ പോകുന്നത്. സോ what's today's plan? By the way, do you guys have, please answer my question, please. All right, do you guys have your laptops with you right now, or are you planning to do it after the session? കാരണം ഞാനിപ്പം ഇതിൻ്റെ അകത്ത് നമ്മളൊരു സാധനം ഇപ്പം സെറ്റപ്പ് ചെയ്യാൻ പോവാം, DVWA എന്ന് പറയുന്നത്. Do you guys have your laptops with you right now after session? Okay. Okay, so good, it's fine. So I'll run through this. All right, അപ്പം നമ്മൾ എങ്ങനെയാണ് വെബ്സൈറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ബേസിക് ഓവർവ്യൂ നമ്മൾ തരും. എന്താണ് HTTP എന്ന് പറയും, വെബ് വൾണറബിലിറ്റി എന്താണെന്ന് പറയും, സെറ്റിംഗ് അപ്പ് DVWA. ഓക്കെ, സോ വിൽ മൂവ് ഓൺ. ഓക്കെ, അപ്പം ഫസ്റ്റ്ലി ഹൗ ഡസ് എ വെബ്സൈറ്റ് വർക്ക്? അപ്പം നിങ്ങളൊരു ഹോട്ടലിൽ കയറി. ഓക്കെ, നിങ്ങൾ അവിടെ ഇരുന്നു, നിങ്ങൾ മെനു നോക്കി, നിങ്ങൾ വെയിറ്ററിനോട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ആ വെയിറ്റർ, ഇമാജിൻ ദിസ്, നിങ്ങൾ ഹോട്ടലിൽ പോയി അവിടെ ഇരുന്നു, നിങ്ങൾ മെനു നോക്കി, നിങ്ങൾക്ക് എന്താ ആവശ്യം നിങ്ങളിൽ ആ ഹോട്ടലിലുള്ള വെയിറ്ററിനോട് പറഞ്ഞു. ആ വെയിറ്റർ അത് എടുത്തിട്ട് എന്ത് ചെയ്തു, ആ ലിസ്റ്റ് എടുത്തിട്ട് കിച്ചണിൽ പോയി അവിടുത്തെ ഷെഫിന് കൊടുത്തു. ആ ഷെഫ് ആ ഭക്ഷണം ഉണ്ടാക്കി, ഷെഫ് ആ വെയിറ്ററിന് തിരിച്ചു കൊടുത്തു, വെയിറ്റർ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു. വെരി സിമ്പിൾ പ്രോസസ്, റൈറ്റ്? ഇങ്ങനെയാണ് വെബ്സൈറ്റും വർക്ക് ചെയ്യുന്നത്. ഹൗ? നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ബ്രൗസറാണ്. ഓക്കെ, ലെറ്റ്സ് സേ യുവർ ബ്രേവ്, ക്രോം, ഫയർഫോക്സ്, നിങ്ങൾക്ക് ആ മെനു ഇല്ലേ, ആ മെനു ഉള്ളതാണ് ആ URL. അതായത് നിങ്ങൾ ഈ സാധനം കാണുന്നില്ലേ, ഇതാണ്. ഓക്കെ, നോട്ട് ദിസ് എക്സാക്ട്ലി, കാരണം ഇതെൻ്റെ ലോക്കൽ ഡിസ്കിലാണുള്ളത്. എനിവേസ്, ഒരു അനദർ കേസ് വെബ്സൈറ്റിലാണെങ്കിൽ ഇവിടെ വരുന്ന സാധനം അതാണ് മെനു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെയിറ്റർ ആരാണ് എന്നുള്ളതാണ് HTTP. വാട്ട്സ് HTTP എക്സാക്ട്ലി? വിൽ കം ടു ദാറ്റ്. റൈറ്റ്, അപ്പം ആ HTTP നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് അത് കൊണ്ടുപോകും. ഓക്കെ, കിച്ചണിലേക്ക് കൊണ്ടുപോകും. കിച്ചൺ ആരാണ്? കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഗൂഗിളിൽ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യം, ഗൂഗിളാണ് കിച്ചൺ. ആ കിച്ചണിലേക്ക് ഈ വെയിറ്റർ HTTP ആ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ഗൂഗിളിലേക്ക് പോകും. ഓക്കെ, അപ്പം എന്നിട്ട് ഗൂഗിൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ് പേജ് അല്ലെ ഭക്ഷണം, അവരാണ് ഷെഫ്, അത് തിരിച്ച് ആ വെയിറ്ററിന് കൊടുക്കും. ആ വെയിറ്റർ എന്ത് ചെയ്യും, തിരിച്ച് നിങ്ങളിലേക്ക് അത് കൊണ്ടുവരും, നിങ്ങളുടെ ബ്രൗസറിലേക്ക് കൊണ്ടുവരും. അപ്പം നിങ്ങൾ കാണും. That's what's happening. Okay, this is a very vague overview. You think I'll just keep it in the back of your head. Why? Because okay, just before that, let's go through this. Let's say you type in HTTP. See, HTTP നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? let me check, let me ask you. ഒരു 3 അക്ഷരമുള്ളൊരു വേർഡ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. വെബ്സൈറ്റ്സ് പൊതുവെ ഇങ്ങനെയാണ് ഉണ്ടാവുക, പക്ഷെ ഇങ്ങനെ നമുക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വെബ്സൈറ്റ്സ്, ഇപ്പോൾ ഫോൺ നമ്പറിനൊക്കെ നമ്മൾ ഫോൺ നമ്പർ അല്ലല്ലോ ഓർമ്മിച്ച് വെക്കുന്നത്, നമ്മൾ അവരുടെ പേരല്ലേ. ജസാക്കല്ലാ ഖൈർ സിസ്റ്റർ റിൻഷ, DNS. ഓക്കെ, ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. ഓക്കെ, DNS എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഗൂഗിളിനെ ശരിക്കും നമ്മൾ google.com എന്ന് അടിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ, പക്ഷെ അതിനൊരു എന്തുണ്ട്, അതിനൊരു IP അഡ്രസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതാണ് നമ്മൾ ശരിക്ക് ദാറ്റ്സ് വാട്ട് വി ആർ ടൈപ്പിംഗ് ഇൻ. ഓക്കെ, പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരുപാട് ഓർമ്മിച്ചേക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്നിട്ട് DNS ഉള്ളത് കൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ആ പേര് മാത്രം ഓർമ്മിച്ചേക്കേണ്ട ആവശ്യം വരുന്നത്. എനിവേസ്, അപ്പം when you type in this, ബ്രൗസർ എന്ത് ചെയ്യും, ആ URL വായിക്കും. എന്നിട്ട് you won't understand this quite yet. Let's go
below. Okay, എന്താണ് HTTP? Okay, HTTP എന്താണെന്ന് വെച്ചാൽ I'll say it very easily. See, HTTP stands for Hypertext Transfer Protocol. That sounds complicated. Stop. Let's make it easy. But it just means the agreed languages that browsers and servers use to talk to each other. That means, see, നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത് ബ്രേവ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് ഉപയോഗിക്കുന്നത് ഫയർഫോക്സ് ആകാം, ഞാൻ ഉപയോഗിക്കുന്നത് ചിലപ്പം എഡ്ജ് ആകും, വേറൊരാൾ ഉപയോഗിക്കുന്നത് ചിലപ്പം സഫാരി ആകും. അപ്പോൾ ഇത് വ്യത്യസ്ത സെർവേഴ്സാണ്, അല്ല വ്യത്യസ്ത ബ്രൗസേഴ്സാണ്. ഓക്കെ, ബ്രൗസേഴ്സിൻ്റെ ഇടയിൽ തന്നെ വെറൈറ്റി ഉണ്ട്. അതുമാത്രമല്ല, ഇനി ഈ സെർവേഴ്സ് ഇല്ലേ, ഇപ്പോൾ ഗൂഗിൾ ഉപയോഗിക്കുന്ന ഒരു സെർവർ ആയിരിക്കും, ആമസോൺ ഉപയോഗിക്കുന്ന വേറെ സെർവർ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ടു ഫ്രാൻസി എന്ന് ചോദിച്ചാൽ എനിക്ക് അതേ ഫ്രഞ്ചിൽ കാര്യമായിട്ട് അറിയില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് നിങ്ങളോട് ഫ്രഞ്ചിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയില്ല, നിങ്ങൾക്ക് റെസ്പോൺസ് തരാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ നമ്മളുടെ ഇടയിൽ ഒരു എഗ്രീഡ് ലാംഗ്വേജ് വേണം. ഓക്കെ, അപ്പം ഇഫ് യു കോൾ സമ്മൺ ഹു സ്പീക്സ് ഓൺലി മലയാളം ആൻഡ് യു ഓൺലി സ്പീക്ക് ഇംഗ്ലീഷ്, യു കനോട്ട് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, അപ്പം HTTP എന്താണ്? നിങ്ങൾക്ക് മലയാളം അറിയാം, അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താ I'll say you a story. ഒരു ദിവസം ഞാൻ സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പോൾ എൻ്റെ റൂംമേറ്റ് ഒരു ഫ്രഞ്ച് അപ്പം ഞാൻ 3 ഫ്രഞ്ചുകാരാ. ഒരുത്തൻ ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന്, വേറൊരാൾ മാലി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന്, വേറൊരാൾ സെനഗാൾ എന്ന് പറയുന്ന രാജ്യത്തിൽ. അപ്പോൾ ഇവർക്ക് അവിടെ നമ്മളിപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം കീഴടക്കിയ പോലെ അവരെ കീഴടക്കിയത് ഫ്രഞ്ച് പീപ്പിളാണ്. നമ്മൾ ഇംഗ്ലീഷ് നമ്മളെ കരിക്കുലത്തിലുള്ള പോലെ അവർക്കുള്ളത് എന്താണ്? അവർക്ക് ഫ്രഞ്ചാണുള്ളത്. അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന് ചുരുക്കം. അപ്പം എൻ്റെ ബാറക്കള്ള എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു സുലൈമാൻ, സെനഗാൾ എന്നുള്ള. സുലൈമാനെ കാണാൻ സാഡിയോ മാനേനെ പോലെയാണ്. അപ്പം ഇൻഫാക്ട് അവർ ഒരേ ട്രൈബിൽ നിന്നുമാണ്. അപ്പോൾ സുലൈമാൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പച്ചത്തെറി എന്ന് വെച്ചാലില്ലേ, എനിക്കിവിടെ പറയാൻ പോയി ഇപ്പോൾ ഭയങ്കര എൻ്റെ അടുത്ത് വന്നിട്ട് ഹേ അമേൻ എന്ന് പറഞ്ഞിട്ട് സാധാരണ സംസാരിക്കുന്ന പോലെ എന്നിട്ട് പോരോ ഹേ അമേൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ തെറി, ഭയങ്കര വലിയ തെറി. അപ്പം ഞാൻ ചോദിച്ചു സുലൈമാൻ ഇതെന്താ പറയുന്നത്? അത് ഇംഗ്ലീഷ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവർക്കിങ്ങനെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത സ്റ്റുഡൻസിന് അവിടെ ആദ്യം വന്നിട്ട് അവർക്ക് 2 മാസം ഇംഗ്ലീഷ് ട്രെയിനിങ് ഉണ്ടാവും. അതൊരു റിക്വയർമെൻ്റ് ആണ്. അപ്പം ഞാൻ ചോദിച്ചു സുലൈമാൻ വാട്ട് ആർ യു സെയിങ്? സുലൈമാൻ പറഞ്ഞു I hear rappers saying that. സുലൈമാൻ എന്തോ ഓൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, അപ്പോൾ അവൻ ഏതോ റാപ്പേഴ്സ് ഉപയോഗിക്കുന്ന തെറികൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി. എനിക്കതിവിടെ നമുക്കത് ഭയങ്കര വലിയ തെറി. ഓക്കെ, സുലൈമാൻ അത് എന്താണെന്നും കൂടി അറിയില്ല. അവനൊരു ഇംഗ്ലീഷ് വാക്ക് കേട്ടു, അപ്പോൾ അവനത് വെറുതെ ഓക്കെ എന്തോ ഒരു ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് അതൊന്ന് പ്രയോഗിച്ച് നോക്കിയത്, അതിൻ്റെ അർത്ഥമൊന്നും അറിയാണ്ട്. സോ ദിസ് ഇസ് എ പ്രോബ്ലം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ബോത്ത് ഓഫ് us കം ടു എ കോമൺ ടേം. നമുക്ക് രണ്ടാൾക്ക് അറിയുന്ന ഭാഷ, വി നീഡ് ടു ഹാവ് എ കോമൺ ഭാഷ ബിറ്റ്വീൻ us, റൈറ്റ്? ഞാൻ ഫസ്റ്റിൽ സുലൈമാനോട് സംസാരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ChatGPT എടുക്കും, ഞാൻ ChatGPTനോട് അറിയും ChatGPT ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യം ഫ്രഞ്ചിലാക്കിയിട്ട് അങ്ങോട്ട് പറയാം. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇംഗ്ലീഷ് പറയും, അത് ഫ്രഞ്ചിൽ സുലൈമാനോട് പറയും. സുലൈമാൻ തിരിച്ചീനോട് ഫ്രഞ്ച് പറയും, എന്നിട്ട് അതെനിക്ക് ഇംഗ്ലീഷിലാക്കി തരും. അപ്പോൾ പിന്നെ മെല്ലെ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ ആദ്യത്തെ സംസാരം കുറവായിരുന്നു. പിന്നെ മെല്ലെ സുലൈമാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ തുടങ്ങി. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കമ്മിങ് ബാക്ക്, സോറി ഫോർ ദ സ്റ്റോറി. നമ്മളുടെ ഇടയിൽ എന്താണ് ഒരു കോമൺ ലാംഗ്വേജ് വേണം. ആ കോമൺ ലാംഗ്വേജ് ആണ്, അതായത് ബ്രൗസേഴ്സും സെർവേഴ്സും തമ്മിലുള്ള കോമൺ ലാംഗ്വേജിനാണ് നമ്മൾ HTTP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ HTTPക്ക് എന്തുണ്ട്, ഒരു സ്റ്റാറ്റസ് കോഡ്. നിങ്ങൾ ആരെങ്കിലും 404 എന്നുണ്ട്, എറർ കോഡ് 404. നമ്മൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചാൽ, ഇപ്പം google.com/aman. ഓക്കെ, നിങ്ങൾ കാണുന്നിട്ടല്ലേ? ഓക്കെ, 404 എറർ. ഇത് കാണിക്കുന്നത് എന്താ അറിയോ, ഇതിന് എറർ കോഡ് എന്നാണ് പറയുക. അതായത് ഇത് വെറുതെ പോലെ ഇന്ന് 404 കൊടുക്കാം, നാളെ നമുക്കൊരു 35 കൊടുക്കാം, മറ്റന്നാൾ ഒരു 68 കൊടുക്കാം, അങ്ങനെ കൊടുക്കുന്നില്ല. 404 എന്ന് വെച്ചാൽ ഇല്ലാത്ത, അതായത് google.com/aman എന്ന് പറയുന്നൊരു പേജില്ല. അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ, ആ സെർവറിൽ ഇല്ലെങ്കിൽ എന്താണ് 404 പേജ് നോട്ട് ഫൗണ്ട്, അങ്ങനത്തെ ഒരു പേജില്ല. അങ്ങനെ ഓരോന്നിനും ഇതുണ്ട്. ഇപ്പോൾ 200 ഓക്കെ ദ റിക്വസ്റ്റ് വർക്ക്, ഇതാണ് അത് വർക്ക് ചെയ്താലുള്ള കോഡ്. 404 എന്ന് വെച്ചാൽ പേജ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അങ്ങനത്തെ ഒരു പേജില്ല. ഗൂഗിളിൻ്റെ ഉള്ളിൽ അമൻ എന്ന് പറയുന്നൊരു പേജില്ല. 403 എന്ന് വെച്ചാൽ പേജ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതെന്തിനുള്ള ആക്സസ് ഇല്ല. ഓക്കെ, 500 എന്ന് വെച്ചാൽ എന്തോ സെർവർ സൈഡിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതിന് മെയിൻലി നമ്മൾ കണ്ടിട്ടുണ്ടാവും 404 ആണ്. ഓക്കെ, എനിവേസ് ദാറ്റ്സ് ഓൾ ദെയർ. നൗ കമ്മിങ് ബാക്ക്, വാട്ട് ഈസ് വെബ് വൾനറബിലിറ്റി?
നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾ തന്നെ അറിയാം. നിങ്ങളൊരു ബാങ്കിൽ പോയി, ആ ബാങ്കിൽ ഫ്രണ്ട് ഡെസ്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എഴുതിത്താ, ഞാൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പം എന്താ ചെയ്യുന്നത്? ദ ബാങ്ക് എംപ്ലോയീസ് ടേക്സ് യുവർ ഫോം, ഗോസ് ടു ദ ഫയലിംഗ് ക്യാബിനറ്റ്, ഫൈൻഡ്സ് യുവർ ഫോൾഡർ ആൻഡ് ബ്രിങ്സ് ബാക്ക് യുവർ ഇൻഫർമേഷൻ. അല്ലേ? അങ്ങനെയാണ്. അപ്പം എന്താണോ നിങ്ങൾ എഴുതി കൊടുക്കുന്നത് അത് അവിടെ പോയിട്ട് അയാൾ ചെയ്യും. ഓക്കെ, അപ്പം ലെറ്റ്സ് സേ ഒരാൾ അതിനകത്ത് എഴുതി കൊടുത്തു, എല്ലാ ഫോൾഡേഴ്സും എനിക്ക് കാണിച്ച. ഓക്കെ, അപ്പോൾ ഈ എംപ്ലോയിക്ക്, ലെറ്റ്സ് സേ ഈ എംപ്ലോയി ഒരു അന്തമില്ലാത്ത എംപ്ലോയി, ഈ എംപ്ലോയി എന്ത് ചെയ്തു? ആ ഫയലിംഗ് ക്യാബിനറ്റിൻ്റെ അടുത്ത് പോയി അവിടെ വായിച്ചു. ഓക്കെ, എല്ലാത്തിനെയും ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അയാൾ ചോദിച്ച ഫോമിൽ അതുണ്ട്. ഓക്കെ, സീംസ് ലൈക്ക് എ നോർമൽ റിക്വസ്റ്റ് ടു മേക്ക്. അപ്പം സോറി, അപ്പോൾ എന്ത് ചെയ്തു? അയാൾ അത് അവിടെ പോയിട്ട് എല്ലാ ഫയൽസും കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? അതൊരു വൾണറബിലിറ്റിയാണ്. അതായത് റിയൽ ലൈഫ്, കമ്മിങ് ടു റിയൽ ലൈഫ്, ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളിപ്പം യൂസർ നെയിമും പാസ്വേഡും അടിച്ചു. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളൊരു സാധനം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതിൽ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയണേ, ഇൻസ്റ്റാഗ്രാം ഇൻപുട്ട് ചോദിച്ചു, നിങ്ങളത് കൊടുത്തു. നിങ്ങളത് കൊടുക്കുമ്പം ഈ സാധനം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡാറ്റാ ബേസിലേക്ക് പോകും. എന്നിട്ട് അത് ചെക്ക് ചെയ്യും. ഓക്കെ, അമൻ എൻ്റെ പാസ്വേഡ്, ലെറ്റ്സ് അമൻ്റെ പാസ്വേഡ് ഐ ലവ് ക്യാറ്റ്. അപ്പം അമനും ഐ ലവ് ക്യാറ്റും ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇടും. ഓക്കെ, അമൻ യൂസർ നെയിം കണ്ടുപിടിച്ചു. ഓക്കെ, ഐ ലവ് ക്യാറ്റ് ഉണ്ടോ? അമൻ്റെ പാസ്വേഡ് ഐ ലവ് ക്യാറ്റ്. ഓക്കെ, അത് രണ്ടും അവിടെ ഓക്കെ ആയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടും. അപ്പം എന്തോ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടല്ലോ. അണ്ടർസ്റ്റാൻഡ്, ഇൻ്റർനെറ്റിൽ എവിടെയും എന്തെങ്കിലും ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ ടു ബ്രേക്ക് ഇൻ. എളുപ്പമാണ്. ദാറ്റ്സ് നോട്ട്, ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വീട് ഫുൾ ഒരൊറ്റ സിമെന്റ് കട്ട, ഒരു തുറക്കലും ഇല്ലാണ്ട് വെറും ഒരു സിമെന്റ് കട്ടയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കള്ളന്മാർക്ക് കയറാൻ പറ്റുമോ? ഇല്ല. അവർ എങ്ങനെയാണ് കയറി ഏത് ലൂട്ടിയാണ്? കള്ളന്മാർ എന്താ പൊളിക്കുക? ലെറ്റ് മീ ആസ്ക് യു. ഒരു വീട്ടിലേക്ക് കുത്തി പൊളിക്കുമ്പോൾ കള്ളന്മാർ എന്താ പൊളിക്കല്? ആൻസർ ഇൻ ദ ചാറ്റ് പ്ലീസ്. ലോക്ക്. ഓക്കെ, ലോക്ക് എവിടെ ഉണ്ടാവുക? ഡോർമലാണ്. ഒന്നിക്കൽ ജനൽ കുത്തിപ്പൊളിക്കും, അല്ലെങ്കിൽ ഡോറ് കുത്തിപ്പൊളിക്കും. അതെല്ലാം ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളാണ് കുത്തിപ്പൊളിക്കുക. അല്ലാണ്ട് ഒരു സിമെന്റ് ബ്ലോക്ക് കള്ളന്മാർ എൻ്റെ അറിവിൽ ചുമര് പൊട്ടിച്ച് വരൂലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇൻപുട്ടുള്ള സ്ഥലം, നൗ ദാറ്റ് ഇസ് എ വേ ടു ഹാക്ക്. ഓക്കെ, അപ്പോൾ web vulnerabilities exist because developers write code that works but forgot to check what if someone sends something that they are not supposed to send. ഓക്കെ, അതായത് ഇൻസ്റ്റാഗ്രാമിലേക്ക് എളുപ്പത്തിൽ പറയുന്നതാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ പറയാം. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് എന്ത് ടൈപ്പ് ചെയ്തു? നിങ്ങൾ ടൈപ്പ് ചെയ്തു, നിങ്ങളെ പാസ്വേഡ് അടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു വൈറസ് കയറ്റി. ഓക്കെ, ആ വൈറസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡ് പോയിട്ട്, അതായത് നിങ്ങൾ എന്തിവിടെ അടിക്കുന്നോ അവിടെ സെർവറിൽ പോയി ഇത് റൺ ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ വൈറസ് കയറ്റിയാൽ ഈ വൈറസ് നേരെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യാണ്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ അവിടെ എത്തിയിട്ട് ഇത് റൺ ചെയ്യും. മൊത്തം ഡാറ്റാബേസ് അടിച്ചു. അവിടെയാണ് ന്യൂ വേർഡ്, ലേൺ ദിസ് വേർഡ്, ഇൻപുട്ട് സാനിറ്റൈസേഷൻ. ജസ്റ്റ് ഈ വേർഡ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇൻപുട്ട് സാനിറ്റൈസേഷൻ. Even if it's wrong answers, it's fine. What do you think? What do you think is the meaning of input sanitization? What do you think? എന്തെങ്കിലും തോന്നുന്നു? just think. Input sanitization. Input clean ആക്കുക. What do you mean by clean ആക്കുക? എന്തായിരിക്കും ക്ലീൻ ആക്കുക? See, even if it's wrong answers, it's fine. Okay, what do you think is clean ആക്കling inputs? അതായത് exactly from such wire from desktop UN94 FQL. Thank you Alexa. Okay, അതായത് ഇൻപുട്ടിൽ റൂൾ നമ്പർ 1, ഡു നോട്ട് ട്രസ്റ്റ് എനി ഇൻപുട്ട്. ഓക്കെ, എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ ഡു നോട്ട് ട്രസ്റ്റ് ഇറ്റ്. അവരെന്തെങ്കിലും അവരിപ്പോൾ ഉദാഹരണത്തിന് യൂസർ നെയിമിൽ വെറും ടെക്സ്റ്റ് മാത്രമേ പാടുള്ളൂ എങ്കിൽ ഒരാൾ പോയിട്ട് ഇപ്പം വൈറസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഇപ്പം SQL ഇഞ്ചക്ഷനിലൊക്കെ $സൈനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇൻപുട്ട് വയ്ക്കണം. അതിനാണ് ആവശ്യമില്ലാത്ത $സൈനല്ല ഉപയോഗിക്കുന്നത്. ഞാളാകെ ടെക്സ്റ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ ഹബീബി, തിരിച്ചു പോയിട്ട് വെറും ടെക്സ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പം ഫേസ്റ്റ്ലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഇൻപുട്ട് തരുന്ന സാധനം ചെക്ക് ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് സെർവറിൽ പോയിട്ട് റൺ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇവിടെ നിന്നെല്ലാം കിട്ടുന്ന കണ്ണടിച്ചിട്ട് എന്തൊരു പാപം മനുഷ്യൻ, ഇയാൾ നല്ലത് മാത്രമേ തരുള്ളൂ, അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഓൾറൈറ്റ്, അപ്പോൾ അവിടെയാണ് ഇൻപുട്ട് സാനിറ്റൈസേഷൻ. ഇതൊക്കെ പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത്. ഫസ്റ്റ് ഈ SQL ഇഞ്ചക്ഷന്
ഇൻഫാക്ട് ഇത് ഇതിനകത്ത് ഞാൻ അത് കൊടുത്തിനോ? അതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല അല്ലേ. അതായത് 1998 മുതലുണ്ട് ഈ സാധനം. ഓക്കെ, അന്ധകാലം മുതലുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈംസ് മുതൽ എന്തുണ്ട്, SQL ഇഞ്ചക്ഷൻ ഉണ്ട്. എന്നിട്ട് ഇത് മനസ്സിലായപ്പോഴാണ് ആളുകൾ പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എനി അതർ. സോറി. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാം? നൗ ദിസ് ഇസ് നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിൾ സെറ്റപ്പ് ചെയ്ത പോലെ. മെറ്റസ്പ്ലോയിറ്റബിൾ എന്തായിരുന്നു? നമ്മൾ ഒരു ഹാക്ക് ചെയ്ത് പഠിക്കാൻ വീക്ക് വൾണറബിലിറ്റി അല്ല, വീക്ക് സെക്യൂരിറ്റി ഉള്ള ഒരു സാധനം, ഒരുപാട് വൾണറബിലിറ്റീസ് ഉള്ള. അതുപോലെ വെബ് അപ്ലിക്കേഷന്റെ ഡാം vulnerable web application എന്ന് പറയുന്നത് DVWA. Okay, even though I don't think we should be using the word DAM, പക്ഷേ that's the name of this. Okay, DAM, that's a very vulnerable web application. Okay, അപ്പം ഇത് ഹാക്ക് ചെയ്ത് പഠിക്കാനുള്ളതാണ്. Okay, so this we're going to set this up, okay, in our Kali machine. So before that, let me plug in my phone, otherwise okay. വീഴല്ലേ? ഓക്കെ, ചാർജ് കയറുന്നുണ്ടോ? കയറുന്നുണ്ട്. ഗുഡ്. ഓക്കെ, ഗുഡ്. Okay, so I'll share the screen. Let's go back to our boy, our guy, നമ്മളുടെ ടൂൾ ബോക്സ് കാലിക്കുട്ടൻ. Okay, just let me know if you can see our boy Kali Linux. Oh, Kali. Uh, mm, mm. Okay, can you see my boy കാലിക്കുട്ടനെ കാണുന്നുണ്ടോ? Can you see Kali? Can you see Kali? കാലിനെ കാണുന്നില്ല? Okay, good. Kali. Oh, never mind. ഞാനത് വെയിറ്റ്, ഞാൻ എന്താ അറിയോ, let me first delete. ഞാൻ ഇത് മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് so that we can download from the beginning. Okay, you just have to follow what I'm doing. Okay, ഭയങ്കര സ്പീഡായി പോകുന്നുണ്ടോ? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മൗനം സമ്മതമായിട്ട് എടുക്കും. അല്ല, വെയിറ്റ്, സ്പീഡായി പോകുന്നില്ലെങ്കിൽ ഞാൻ ഈ സ്പീഡിൽ എന്നെ ഒരാൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് മനസ്സിലാവുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. ഓക്കെ, let me just remove this. ഇത് കാണും എന്തല്ലോ നമുക്ക് അറിയുന്ന പോലെ. ഓ, ഐ എം ഹാക്കിംഗ്. ഒന്നല്ലോ ഇത് പച്ച കളർ ആക്കിയാൽ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ടോ? പച്ച കളർ ആക്കാൻ ഇതിലെ ഓപ്ഷൻ ഇല്ല. വേറെ ഒന്നുണ്ട്. ഓക്കെ, വേറെ ടെർമെക്സ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അതിൻ്റെ അകത്ത് ഉണ്ട് തോന്നുന്നു പച്ച കളർ ആക്കാനുള്ള ഓപ്ഷൻ. ഓക്കെ, wait. No, see, clear. Voila. Okay. So നമുക്ക് നിങ്ങൾ ഇത് കാണുന്നില്ലല്ലോ, സ്ക്രീനിന്റെ മറ്റേ സൈഡ് കാണുന്നില്ലല്ലോ. Okay, you don't have to. Okay, I am just following what is there in the PDF. All right, നിങ്ങൾക്ക് PDF കാണണോ? PDF ആണെങ്കിൽ ഇത് പിന്നെ സ്ക്രീനിൽ സ്പ്ലിറ്റ് ആവും. Do you guys want to see the PDF or is this fine? I'm going to do what's there in the PDF. No pass in കാണണ്ടെന്നാണോ, കാണണം എന്നാണോ? Come on, I've got Kannada. Okay, Kannada. Okay, good. So, step one, check if Docker. Okay, so firstly, let me just read this. DVW, നമ്മൾ എന്താണ് സെറ്റപ്പ് ചെയ്യുന്നത്? DVWA stands for Damn Vulnerable Web Application. It is a web application that was deliberately built to be hackable. Okay, പൊളിക്കാൻ ഉണ്ടാക്കിയ വീടാണത്. Okay, in fact, you know, ചില സ്ഥലത്ത് എനിക്കിതിനെ ഇത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് ദേഷ്യം പിടിച്ചാൽ അടിച്ചു പൊളിക്കാനായിട്ട് സ്ഥലമുണ്ട്. എനിക്കൊന്ന് ബാംഗ്ലൂർ അതുണ്ട്. അതായത് അവിടെ പോയിട്ട് ഇങ്ങനെ TV-യും നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന സാധനം ഉണ്ടാവും. അപ്പം നമുക്ക് ആളുകൾക്ക് ദേഷ്യം അൺകൺട്രോളബിൾ ആയിട്ട്, പിന്നെ ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി ടു
യുനോ ബേൺ. അവർ ഈ സാധനം അടിച്ചു പൊളിക്കാനായിട്ട് ഉണ്ടാക്കിയ സാധനം അപ്പോൾ ഫുൾ അടിച്ചു പൊളിക്കും. അപ്പം അയാൾ പോകും, അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് ഇവർ പിന്നെ അടിച്ചു പൊളിക്കാൻ സാധനം സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. സോ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് ദിസ് ഇസ് ഓക്കെ. ഐ ഡോണ്ട് തിങ്ക് ദി അതർ തിങ് ഇസ് halal to do. Anyways, so this is a web application that was deliberately built to be hackable, just like Metasploitable was deliberately vulnerable Linux machine. Okay, അപ്പം DVW എന്ന് പറയുന്നത് അതൊരു ഹാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഡോക്കർ എന്ന് പറയുന്നത് ഡോക്കർ ഇസ് എ ടൂൾ ദാറ്റ് ലെറ്റ്സ് യു റൺ ആപ്ലിക്കേഷൻ ഇൻസൈഡ് ഐസൊലേറ്റഡ് കണ്ടെയ്നേഴ്സ്. ഒന്നുമില്ല, നമുക്ക് ഈ DVW എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറ്റണം. ആ കയറ്റണമെങ്കിൽ നമ്മൾ ഒരു സാധനം കൂടി കയറ്റണം. അതിന്റെ പേരാണ് ഡോക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ ഫേസ്റ്റ്ലി ഡോക്കർ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് നോക്കും. ഡോക്കർ നോട്ട് ഫൗണ്ട്. ഓക്കെ, ഇനി ഡോക്കർ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഐ എം ജസ്റ്റ് കോപ്പിയിങ് വാട്ട്സ് ദെയർ ഇൻ ആർ PDF. ഓൾറൈറ്റ്, I just go bam. Now it's going to download. Alright, we wait. Okay, so I'll just give you what we are going to do. Okay, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ലെറ്റ്സ് സേ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമ്മളെ യൂസർ ID അടിച്ചാൽ നമ്മളെ പേരെന്താന്ന് കാണിക്കും. ഓക്കെ, ലെറ്റ്സ് സേ അതൊരു ഈ പഞ്ചിങ് മെഷീൻ എങ്ങാനാണെന്ന് വെച്ചോ. നമ്മളെ യൂസർ ID അടിച്ചാൽ അത് നമ്മളെ പേര് കാണിക്കും. ഓക്കെ, ഇറ്റ്സ് രജിസ്റ്റേർഡ്. നമ്മളെ പേര് അവിടെ അറ്റൻഡൻസ് ഹാജർ രേഖപ്പെടുത്തി. അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇൻജെക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് നാളത്തെ സെഷനെ കുറച്ചുകൂടി ഇൻ ഡെപ്ത് പോകും. ബട്ട് ജസ്റ്റ് ഗിവ് യു ഹെഡ്സ് അപ്പ്. നോട്ട് ഹിയറിംഗ് പ്രോപ്പർലി? കേൾക്കുന്നില്ല? ഓ വെയിറ്റ്. കേൾക്കുന്നില്ല. ഐ എം സോറി, വോയിസ് കട്ടാവുന്നുണ്ട്. Wait a second. How about okay, how about now? കേൾക്കുന്നുണ്ടോ? Is it okay now? കേൾക്കുന്നില്ല? It's okay? Alhamdulillah. Okay, good. Okay. അപ്പം ഈ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഈ ഡാറ്റാബേസുകളുണ്ട് അവർക്ക്. ഓക്കെ, ഡാറ്റാബേസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബേസ് ഫോർ ഡേറ്റ. അതായത് ഇപ്പം നമ്മളെല്ലാവരുടെയും പേരും ലെറ്റ്സ് ജസ്റ്റ് സിംപ്ലിഫൈഡ്. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന, ഓക്കെ, ഞാൻ കേരളത്തിലൊരു ഇൻസ്റ്റാഗ്രാമം എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമത്തിൽ നമ്മൾ ഈ മീറ്റിങ്ങിൽ 7 ആൾക്കാരുള്ളതെന്ന് വെച്ചോ. അപ്പോൾ ഈ 7 ആൾക്കാർക്ക് ഒരാളുടെ ആമൻ അബ്ദുറഹ്മാൻ പാസ്വേഡ് ഐ ലവ് മൈ ക്യാറ്റ്, സിസ്റ്റർ ഫർസാന അവരുടെ പാസ്വേഡ് ഉണ്ടാവും. ഓക്കെ, ബ്രദായാൻ അവരുടെ പാസ്വേഡ് ഉണ്ടാവും. അപ്പം ഈ പാസ്വേഡ്സ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമ്മളിടുന്ന ഫോട്ടോസും അതൊക്കെ എവിടെയെങ്കിലും ഈ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനാണ് ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. ബേസ് ഫോർ ഡേറ്റ, ആസ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആസ് ഇറ്റ് ഈസ്. ഓൾറൈറ്റ്, അപ്പം ഈ ഡാറ്റാബേസിൽ അത് വ്യത്യസ്ത ലാംഗ്വേജുകൾ അതിന് ഉപയോഗിക്കും. ഓക്കെ, just listen, please play along with me. അങ്ങനത്തെ ഒന്നാണ് SQL എന്ന് പറയും. സെർവർ ക്വയറി ലാംഗ്വേജ്, അല്ല, സെർവർ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. അതാണ് തോന്നുന്നത് SQL ഫുൾ ഫോം, സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. ഓക്കെ, അപ്പം ഈ SQL നമ്മളിപ്പം കാലി ലിനക്സിൽ ഇങ്ങനെ ഒരു ക്വയറി അടിക്കില്ലേനോ, ഇപ്പം ബാക്കോട്ട് പോകണമെങ്കിൽ CD ... അതുപോലെ ഈ SQL ഇങ്ങനെ ഒരുപാട് ടേബിൾ ആയിട്ടാണ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ നമുക്കെല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്വയറി, ഇപ്പം മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് സ്റ്റാർ ഫ്രം ടേബിൾ, ആ ടേബിളിൻ്റെ പേര് കൊടുത്താൽ മൊത്തം ടേബിൾ ഡിലീറ്റ് ആവും. അപ്പോൾ അതിന് ഇങ്ങനെ ക്വയറീസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇൻ ദിസ് സിറ്റുവേഷൻ ഈ അറ്റാക്കിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ SQL ഇഞ്ചക്ഷൻ എന്നാണ്. അതായത്
നമ്മൾ ഈ SQL ടേബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ എന്ത് കൊടുത്താലും ആ സാധനം അത് SQL സെർവറിൽ പോയിട്ട് അവിടെ റൺ ആവല്ലോ. am I making sense? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണ്? am I making sense? You guys understanding me or should I repeat? Good. Repeat. All right. Wait, let me just check. Just check. Let me ഇതൊന്ന് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ട് Ugh. Clear. Okay. 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 അത് ഡൗൺലോഡ് ചെയ്യട്ടെ. Okay. So, I'll say easily. ഒരു കമ്പനി, ആ കമ്പനിയിൽ ഈ സ്റ്റാഫുകളുടെ എല്ലാം പേരുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കമ്പനിയിലെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇവർ സ്റ്റാഫുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ വരണം, ആ മുമ്പത്തെ കമ്പ്യൂട്ടറിൽ പോയിട്ട് അവരുടെ ID കൊടുക്കണം. ID കൊടുത്താൽ എന്ത് ചെയ്യും, ഈ കമ്പ്യൂട്ടറിൽ ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ആ ID ആ ഇൻപുട്ടിൽ നിന്ന് അവർ സാധനം തരൂലേ, അത് എടുക്കും. എന്നിട്ട് ഡാറ്റാബേസിൽ പോകും. ഡാറ്റാബേസിൽ പോയിട്ട് ഇവർ തന്ന സാധനം ഡാറ്റാബേസിൽ ഉണ്ടോയെന്ന് നോക്കും. ഓക്കെ. ഉണ്ടോയെന്ന് നോക്കി എങ്ങനെയാണ് ഈ സാധനം റിസീവ് ചെയ്യും, അവിടെ പോയിട്ട് സെർവറിൽ ഇത് റൺ ചെയ്യും. ഉണ്ടെങ്കിൽ അവർ ഹാജറാന്ന് മാർക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ റൺ ചെയ്യുന്ന സാധനം, അതായത് ഈ ഡാറ്റാബേസിലെ ഡാറ്റാബേസ് SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൻ്റെ മേലാണ് ഉണ്ടാക്കിയത്. ആ ലാംഗ്വേജ് ആണ് അവർ ഉപയോഗിച്ചത് അത് ഉണ്ടാക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഈ SQL നമ്മൾ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ 1 എന്ന് കൊടുത്താൽ അത് ഒറിജിനൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മളിവിടെ അവർ യൂസർ ID ചോദിക്കുന്നു, നമ്മൾ യൂസർ ID മാത്രം കൊടുക്കുന്നു, അത് അവിടെ പോയി റൺ ചെയ്യുന്നു. പക്ഷേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെറും 1 എന്നല്ല കൊടുക്കാം, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കും ഡിലീറ്റ് എവറിത്തിങ് ഫ്രം ദ ടേബിൾ എന്ന് പറയുന്ന SQL ഒരു ക്വയറി കൊടുക്കും. ഈ ക്വയറി എടുത്തിട്ട് അത് കണ്ണടിച്ചിട്ട് അതിന് അന്തമില്ലല്ലോ, അത് അങ്ങനെ എടുത്തിട്ട് ആ സെർവറിൽ കൊണ്ടുപോയിട്ട് SQLൻ്റെ ആ ഡാറ്റാബേസ് കൊണ്ടുപോയി റൺ ചെയ്യും. റൺ ചെയ്യുന്നതോടുകൂടെ എന്ത് സംഭവിക്കും, മൊത്തം ഡാറ്റാബേസ് അടിച്ചു പോകും. ഇതിനെയാണ് നമ്മൾ SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. Does that make sense? Does that make sense? SQL ഇഞ്ചക്ഷൻ. നിങ്ങളുടെ മൗനം എന്നെ ഭയപ്പെടുത്തുന്നു സഹോദരങ്ങളെ. നോ, മനസ്സിലായിട്ടില്ല? മനസ്സിലായല്ലോ? മനസ്സിലായിട്ടില്ലേ? വെയിറ്റ്, കണക്ഷൻ പോയി. വെയിറ്റ്, എൻ്റെ കണക്ഷൻ പോയിനു. I'll repeat again and again. It's fine. Share. Oh, it's okay. Once again. അതായത് SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റാബേസ് ഉണ്ടാക്കിയത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ടായിട്ട് എന്ത് കൊടുക്കുന്നുണ്ടോ അതെടുത്തിട്ട് ഈ സാധനം വാട്ട് ഡാറ്റാബേസ്. ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫ്രം ദി ബിഗിനിങ്. ഈ കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് ഒരുപാട് 10 സ്റ്റാഫുകളുണ്ട്. ഓക്കെ. ഈ 10 സ്റ്റാഫുകളുടെയും പേരും അവരുടെ അഡ്രസ്സും അവരുടെ യൂസർ IDയും പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു എവിടെയെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പം നമ്മളെ ഫോണിൽ ഒരു ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന പോലെ ഇവരൊരു സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചു. ആ സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്, ഡാറ്റേൻ്റെ ബേസ്. ഓക്കെ. അപ്പോൾ ഈ ഡാറ്റാബേസ് ഒരു ഇങ്ങനെ ടേബിൾ ഫോമിൽ ഉണ്ടാവുക, നമ്മൾ എക്സൽ ഷീറ്റിലുള്ള പോലെ ടേബിൾ ഫോമിൽ ഉണ്ടാവുക. അത് SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കുക. SQL എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ കൂട്ടിപ്പോയി എക്സൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് പോലെ SQL ഉപയോഗിച്ചിട്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്, ഈ ടേബിൾസ് എല്ലാം ഉണ്ടാക്കുന്നത്, ഈ ഡാറ്റാബേസ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അത് ക്ലിയർ ആണോ ഞാൻ ഇതുവരെ പറഞ്ഞത്? പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ. ഓക്കെ. അപ്പം ഇനി അത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യം നമുക്കതറിയില്ല. അപ്പോൾ ഒരു സ്റ്റാഫ് രാവിലെ വന്നിട്ട് ആ യൂസർ ID ചോദിക്കും. അപ്പോൾ ആ സ്റ്റാഫ് ഓക്കെ എൻ്റെ യൂസർ ID ഇതാണ് അവിടെ എൻ്റർ ചെയ്യും. അപ്പോൾ ഈ ബ്രൗസർ എന്ത് ചെയ്യും, ഈ സ്റ്റാഫ് തരുന്ന യൂസർ ID എടുക്കും, എന്നിട്ട് തിരിച്ച് ഡാറ്റാബേസിൽ പോകും. ഡാറ്റാബേസിൽ പോയിട്ട് ഇവർ തന്ന സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ അതെന്ത് ചെക്ക് ചെയ്യും, ഓക്കെ ഇപ്പം യൂസർ നമ്പർ 1 ആണുള്ളത്, ഓക്കെ ടിക്ക്. അതാണ് ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ ഉദ്ദേശിച്ച സാധനം.
ഓക്കെ. പക്ഷേ നമ്മളിനി ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ഉദ്ദേശിച്ച സാധനമല്ല കൊടുക്കുക. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ഇവിടെ എന്ത് കൊടുത്താലും അത് അവിടെ പോയിട്ട് റൺ ചെയ്യും. അപ്പൊ എന്തിനാണ് കറക്റ്റ് സാധനം കൊടുക്കുക? നമുക്ക് മൊത്തം ഹാക്ക് ചെയ്യാം, നമുക്ക് എന്ത് കൊടുക്കാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൊടുക്കും SQL എല്ലാ പാസ്വേഡ്സും എനിക്ക് കാണിച്ച. അപ്പം നമ്മൾ ആ രീതിയിൽ അത് SQL ആ രീതിയിൽ ആ ക്വയറി കറക്റ്റ് കൊടുത്താൽ, നമ്മൾ ഈ ക്വയറി ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തു, ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ഈ ഇൻപുട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് സെർവർ കൊണ്ടുപോയിട്ട്, ഇത് സെർവർ സാനിറ്റൈസേഷൻ അല്ല, ഇൻപുട്ട് സാനിറ്റൈസേഷൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ കൊണ്ടുപോയിട്ട് ഡാറ്റാബേസിൽ പോയി റൺ ചെയ്യും. അപ്പൊ വിചാരിക്കും, ഓ അവർ എന്താണ് വന്നത്, എല്ലാ പാസ്വേഡ്സും കാണിച്ചു കൊടുക്കാൻ. ഓക്കെ, അവർ ചോദിച്ചതാണ്, ഞാൻ അതന്നെ കൊടുക്കണം. അതങ്ങനെ എടുത്ത് നമുക്ക് കാണിച്ചു തരും. അതിനെയാണ് നമ്മൾ SQL ഇഞ്ചക്ഷൻ എന്ന് പറയാം. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറൈറ്റ്, ഐ ഷോ യു. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, SQL do whatever we say. എക്സാക്ട്ലി അവിടെയാണ് നമ്മൾ SQL നമ്മൾ പറഞ്ഞ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് അവിടം വരെ സാധനം എത്തിയാൽ, അത് എങ്ങനെ പറയാ, ഇപ്പം ഒരാൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്ക് തടയാൻ പറ്റും, എന്താണ്, അത് കയറുന്നവരെ തടയാം. അതുകൊണ്ട് നമ്മൾ ശരിയായ സെക്യൂരിറ്റി പ്രാക്ടീസ് എന്താ, ഈ SQLിലേക്ക് എത്തിക്കൂല. അവിടെയാണ് ഇൻപുട്ട് സാനിറ്റൈസേഷൻ വരുന്നത്. ഒരു സാധനം ആൾക്കാർ കൊടുത്ത സാധനം എല്ലാം കൊണ്ട് SQL റൺ ചെയ്യൂല. ഫസ്റ്റ് ബ്രൗസർ തന്നെ ചെക്ക് ചെയ്യും, ഇത് കറക്റ്റ് ആവശ്യമുള്ള സാധനം മാത്രമാണോ തന്നെ, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് എടുത്തിട്ട് ബാക്ക് പോയിട്ട് റൺ ചെയ്യുള്ളൂ. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ്സ് ഓക്കെ, ഇതാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തത്. നമ്മളിപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന പോലെ തന്നെ ഫോളോ ചെയ്താൽ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പം ഇതിൻ്റെ പാസ്വേഡ് അഡ്മിൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ തന്നെ അഡ്മിൻ പാസ്വേഡ്. ഓക്കെ, ശരി. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിയാൽ ഫസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ഡേറ്റാബേസ്. അതൊന്ന് ഫസ്റ്റ് ഞെക്കണം, അതൊന്ന് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യാം. ഓക്കെ, അഡ്മിൻ യൂസർ നെയിം അഡ്മിനും പാസ്വേഡാണ്. ഓക്കെ, ആൻഡ് ദെൻ വി ലോഗിൻ. ഓക്കെ, so ഇതെന്താണ്, വെൽക്കം ടു DAM vulnerable web application. DVWA is a PHP MySQL web application that is DAM vulnerable. Its main goal is to be an aid for security professionals to test their skills and tools in a legal environment, help web developers better understand the processes of securing web application, to aid both students and teachers to learn about web application security in a controlled classroom environment. The aim of DVWA is to practice some of the most common web vulnerabilities and with various levels of difficulty with simple, straightforward interface. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിളിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്, നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കമ്പ്യൂട്ടർ, ഒരുപാട് വൾണറബിലിറ്റീസിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എൻവയൺമെന്റ്, അതുപോലെ വെബ്സൈറ്റ് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് വ്യത്യസ്ത അറ്റാക്ക് ഉണ്ട്, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ട്, കമാൻഡ് ഇഞ്ചക്ഷൻ, അത് വ്യത്യസ്ത അറ്റാക്കുകളാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ, വി ആർ ഗോയിങ് ടു ഡു SQL ഇഞ്ചക്ഷൻ. ഓക്കെ, SQL ഇഞ്ചക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ 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 നിങ്ങൾക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്താന്ന് ആർക്കും ഓർമ്മ ഉണ്ടോ? നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ്. ഓർമ്മയില്ലെങ്കിൽ നോ പ്രോബ്ലം, ഐ വിൽ സേ ഇറ്റ് അഗൈൻ. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് വെച്ചാൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ലെറ്റ്സ് സേ ഐഫോണിന് നിങ്ങൾക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട് ഐഫോണിന്? എൻ്റെ വീഡിയോ കാണുന്നില്ല. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്നില്ല അല്ലേ നിങ്ങൾ? എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ? ഓക്കെ, പാസ്വേഡ് ക്രാക്കിംഗ് യൂസിങ് ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ബിഫോർ ഗെറ്റിംഗ് ലോഗ് ഔട്ട്. എക്സാക്ട്ലി അതായത് എൻ്റെ വീഡിയോ കാണാത്ത കാണുന്നുണ്ട്, ഞാൻ കാണുന്നില്ല. എൻ്റെ വീഡിയോ ഉണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. ഞാൻ കാണുന്നില്ല എൻ്റെ വീഡിയോ. ഓക്കെ, അതായത് നോട്ട് അലോങ് ദ സ്ക്രീൻ ബട്ട് അതുണ്ടല്ലോ. ഓക്കെ, ഗുഡ്. സി, എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ഐഫോണിൽ 4 ഡിജിറ്റാണ് പാസ്വേഡ്സിനുള്ളതെന്ന് വെച്ചോ. ഓക്കെ, എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 ഡിജിറ്റ് വേണ്ട, ഒറ്റ ഡിജിറ്റാണ് പാസ്വേഡ് എന്നെങ്കിൽ എത്ര പോസിബിലിറ്റി ഉണ്ട്? എത്ര പാസ്വേഡ് പോസിബിലിറ്റീസ് ഉണ്ട്? കമോൺ, ഒറ്റ ഡിജിറ്റാണ് പാസ്വേഡ് ഉള്ളൂ. അങ്ങനെ 10 ഉണ്ടാവാ? 9 ഡിജിറ്റല്ലേ ഉള്ളൂ. 1 2 3 4 5 6 7 8 9
10 എക്സാക്ട്ലി 10 എങ്ങനെയാണെന്ന് വെച്ചാൽ 0 ഉണ്ട് 0 to 9 ആണ്. ഓക്കെ, 2 ഡിജിറ്റ് ആണ്. എത്ര പോസിബിലിറ്റി ഉണ്ട്? 2 ഡിജിറ്റ് ആണെങ്കിൽ എക്സാക്ട്ലി 100. 00 to 99. 3 ഡിജിറ്റ് ആണ്. എത്ര പോസിബിലിറ്റി ഉണ്ട്? എത്ര പോസിബിലിറ്റി? എക്സാക്ട്ലി 000 to 9999. 4 ഡിജിറ്റ് ആണെങ്കിൽ എത്ര പോസിബിലിറ്റി ഉണ്ട്? എത്ര പോസിബിൾ പാസ്വേഡ്സ്? 10,000. എക്സാക്ട്ലി. ഓക്കെ, ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒരാളെ ഹാക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അയാൾക്ക് ലെറ്റ്സ് ബാക്ക് ട്രാക്ക്. ഒരൊറ്റ ഡിജിറ്റ് അയാളുടെ പാസ്വേഡ് ഉള്ളൂ. ഓക്കെ, ബെസ്റ്റ് കേസ് സിനാരിയോ എന്താ? നിങ്ങൾക്ക് അയാൾ ഏത് നിമിഷവും തിരിച്ചു വരും. നിങ്ങൾക്ക് അയാളുടെ ഫോൺ കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. ബെസ്റ്റ് കേസ് സിനാരിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണം. നിങ്ങൾ 0 to 9 വരെ നിങ്ങൾ അടിച്ചു നോക്കാൻ പോവാണ്. ബെസ്റ്റ് കേസ് സിനാരിയോ, അയാളുടെ പാസ്വേഡ് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉള്ളിൽ കയറുക? അയാളുടെ പാസ്വേഡ് എന്താണെങ്കിലും ഉള്ളിൽ കയറാൻ പറ്റുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് കയറണം. നിങ്ങൾ 0 മുതലാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം അയാളുടെ പാസ്വേഡ് എന്താണെങ്കിലാണ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഉള്ളിൽ കയറാൻ പറ്റുക. എക്സാക്ട്ലി. ജസാക്കല്ലാഹ് ഖൈർ സിസ്റ്റർ ഫർസാന. 0 ബെസ്റ്റ് കേസ് സിനാരിയോ. വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താ? 9. ജസാക്കല്ലാഹ് ഖൈർ സിസ്റ്റർ റിൻഷ. യെസ്. അതുപോലെ 4 ഡിജിറ്റ് ആണ് പാസ്വേഡ് എങ്കിൽ ബെസ്റ്റ് കേസ് സിനാരിയോ എന്താ? അയാളുടെ പാസ്വേഡ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉള്ളിൽ കയറാം. ഫസ്റ്റ് ട്രൈ തന്നെ ഉള്ളിൽ കയറണം. ജസാക്കല്ലാഹ് ഖൈർ. 0001 അല്ല സിസ്റ്റർ ഫർസാന, 0000. ജസാക്കല്ലാഹ് ഖൈർ സിസ്റ്റർ നൗറ. ഓക്കെ, വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താ? അയാളുടെ പാസ്വേഡ് എന്താണെങ്കിലാണ്? ജസാക്കല്ലാഹ് ഖൈർ 9999. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാൾ ഇരുന്ന് 0000, 0001, 0002, 0003, 00 അങ്ങനെ അടിക്കാൻ എത്ര ടൈം എടുക്കും? അതിന് പകരം നമ്മൾ ഇത് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഇത് പറഞ്ഞ് ട്രൈ ചെയ്യുന്നതാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയാം. അതായത് വി ആർ ബ്രൂട്ടലി ഫോഴ്സിങ് ഇൻ. ഓൾറൈറ്റ്, ദാറ്റ്സ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ അറ്റാക്കുകളാണ് എന്ത്? കമാൻഡ് ഇൻജെക്ഷൻ. കമാൻഡ് ഇൻജെക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടെക്സ്റ്റ് ഫീൽഡ് ദാറ്റ് ടോക്സ് ഡയറക്ട്ലി ടു ദ ലിനക്സ് OS. ടെർമിനൽ കമാൻഡ്സ് കൊടുക്കാം. ദാറ്റ്സ് അനദർ തിങ്. ഓക്കെ, പിന്നെ വ്യത്യസ്ത കമാൻഡ്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് എ കോൾ. ഡിക്ലൈൻ. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് SQL ഇൻജെക്ഷൻ ആണ്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ ഡോക്കി. SQL injection, click on SQL. I'll share the screen too, so I think that'd be better. That would be better. Okay. Screen കാണുന്നുണ്ടോ? മൊത്തം സ്ക്രീൻ കാണുന്നുണ്ടോ? Can you guys see? രണ്ട് സൈഡും കാണുന്നുണ്ടോ? Close this. Yes, good. I'll open the chats. Okay, good. Okay. Okie dokie. Click on SQL injection. നമ്മൾ അത് ചെയ്തു. You will see a completely innocent form with a field label user ID and a submit button. Normal users ഇതെന്തിനാണ്? ഒരാൾ വന്ന് ഓക്കെ, ഞാൻ എൻ്റെ ഹാജർ രേഖപ്പെടുത്തട്ടെ, എൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തട്ടെ. ലെറ്റ് മീ പഞ്ച് ഇൻ ടു മൈ കമ്പനി. ഓക്കെ, സോ ഐ ഗിവ് സബ്മിറ്റ്. ഓക്കെ, ID 1, ഫസ്റ്റ് നെയിം അഡ്മിൻ, സർ നെയിം അഡ്മിൻ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് നിങ്ങൾ കയറിക്കോളി. ഹലാസ് ഗുഡ്. ഓക്കെ, നോർമൽ യൂസേഴ്സ് ടൈപ്പ് ഇൻ 1, press enter and gets back 1 record. Easy, right? But what happens behind the scenes? Let's use the Instagram login analogy. When you log into Instagram, you give it your username and password. Username and password കൊടുക്കും. The server runs code that commands the database warehouse. Go check the racks, find the user matching this exact name and password. If it matches, the gates open. If it does not, you're logged out. Okay? അതായത് നിങ്ങൾ യൂസർനെയിമും പാസ്വേഡും കൊടുക്കും. അപ്പോൾ ആ കോഡ് എന്താണ്? കോഡ് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എടുത്തിട്ട് അപ്പുറത്ത് പോയിട്ട് ഇതേ സാധനം ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ മാച്ചിങ് ആണെങ്കിൽ ഉള്ളിൽ കയറ്റും, അല്ലെങ്കിൽ കിക്ക് ഡൗൺ. ഓക്കെ, SQL injection occurs when a developer fails to perform data sanitization. Okay, data sanitization means clearing user inputs to make sure they are treated strictly as text labels, never as executable code commands. When data sanitization is missing, an attacker can input a specific character sequence that literally deletes the developer's original programming logic and injects a rogue instruction set instead. അതായത് ഇൻസ്റ്റാഗ്രാം നിങ്ങളിപ്പം യൂസർ നെയിം പാസ്വേഡ് അടിച്ച ഇൻസ്റ്റാഗ്രാമിൻ്റെ കോഡ് എന്താണ്? യൂസർ നെയിം പോയിട്ട് യൂസർ നെയിം ഡാറ്റാബേസിൽ ചെക്ക് ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ അടിച്ചത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ആക്സസ് ചെയ്യാം. അതാണ് അവർ കോഡ് ചെയ്ത് വെച്ച സാധനം.
പക്ഷേ അവർ കോഡ് ചെയ്ത് ആ കോഡർ ഉദ്ദേശിച്ചതിന്റെ മേലെ അവരുടെ കോഡിനെ ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഡാറ്റ സാനിറ്റൈസേഷൻ ഇല്ലെങ്കിൽ attacker can input a specific character sequence that literally deletes the developer's original programming logic and injects a rogue instruction set instead. അപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ ആ സിമ്പിൾ ആയിട്ട് ഇന്നസെന്റ് ആയിട്ട് യൂസർ നെയിം പോയി ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? വി ക്യാൻ ടേൺ ഇറ്റ് ഇൻ ടു എ മോൺസ്റ്റർ. നമുക്ക് അത് എന്ത് ചെയ്യാം? അതിനോട് പറയാം, മോനെ ആ യൂസർ നെയിം ചെക്ക് ചെയ്യുന്നല്ല, ആടെ നിൽക്ക്, നീ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഡാറ്റാബേസ് പോയിട്ട് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളാം എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, now let's do that. Before doing anything complex, professional hackers never guess blindly. We perform reconnaissance. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഹാക്ക് ചെയ്യുന്നതിന് 6 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് റിക്കോണസൻസ്. ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരാൾ എന്തിനെ കുറിച്ച് മാക്സിമം നമ്മൾ പഠിക്കണം, എന്നിട്ടാണ് നമ്മൾ ഹാക്ക് ചെയ്യാവും. ഓക്കെ, വി സ്റ്റാർട്ട് ബൈ ഫോഴ്സിംഗ് ദ ഡാറ്റാബേസ് ടു ഐഡന്റിഫൈ ഇറ്റ് സെൽഫ്. അതിന്റെ തലയിൽ തോക്കിച്ചിട്ട് ആരാ നീ എന്ന് പറയിപ്പിക്കണം. ദിസ് ഇസ് കോൾഡ് ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡാറ്റാബേസ് ഇത് എന്ത് സെർവറാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കൊടുക്കും? one union select version open bracket close bracket. ഈ കമാൻഡ് ഇതിൻ്റെ അകത്ത് കൊടുത്താൽ അതിന് മുമ്പ് DVW സെക്യൂരിറ്റി ലോ. ഓക്കെ ഗുഡ്. ഓക്കെ, നമ്മൾ വേർഷൻ നമ്പർ ഇത് ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഉദ്ദേശം അതൊന്നുമല്ല. യൂസർ ഐഡിന്റെ ആകെ ഒരു ഇത് ഉണ്ടാക്കുമ്പോൾ ഉദ്ദേശം എന്ന് വെച്ചാൽ ID നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പേര് കാണിക്കുക, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും കാണിക്കുക എന്ന് മാത്രമാണ്. അതായിരിക്കണമായിരുന്നു അതിന്റെ യൂസ്. പക്ഷെ നമ്മൾ ഈ കമാൻഡ് അവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കണ്ടോ, വേർഷൻ നമ്പർ അത് നമ്മൾ പറ്റിച്ചു. അപ്പോൾ ഫസ്റ്റ് നെയിം 1ഉം അതിന്റെ വേർഷൻ നമ്പർ കണ്ടോ, മാരിയ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ആണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ, now let's go back. Why does this blow the doors open? The single quote tricks the server into ending the developer's phrase early. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കൊടുത്തതില്ലേ, ഈ കൊടുത്ത സാധനം ഇല്ലേ, ഈ കൊടുത്ത സാധനത്തിൽ ഈ ഒരു കോട്ട്, ഈ സിംഗിൾ, ഈ ഫസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ സ്ക്രീന്? ഈ ഒരു സാധനം നമ്മൾ കൊടുക്കുന്നതോടുകൂടെ നമ്മൾ മെഷീനോട് പറയാണ്, ഓക്കെ, നിങ്ങളുടെ ഡെവലപ്പർ നിങ്ങൾക്ക് എന്താണോ ആണോ പറഞ്ഞത് അതെല്ലാം മറന്നേക്ക്, ഇനി ബാക്കി എന്താണ് ഞാൻ പറയുന്നത് ചെയ്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? യൂണിയൻ സെലക്ട്, ആ വേർഷൻ നമ്പറിങ് ഉണ്ടാ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. The single quote, ഈ ഒരു single quote tricks the server into ending the developer's phrase early. The union select tells the database engine to blend a brand new request into the query. The version function forces the database engine to print its exact operating software and version directly to the screen. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ SQL ലാംഗ്വേജിൽ ഈ ക്വയറിംഗ് ഒക്കെ മനസ്സിലായിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഈ സാധനം നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ വേർഷൻ നമ്പർ ഫെച്ച് ചെയ്യാൻ. ഇതിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. ഓക്കെ, but then now let's move forward. Mapping the vault schema. Now that we know who the server is, server MariaDB എന്ന് പറയുന്ന ഡാറ്റാബേസ് ആണ് അത് ഉപയോഗിച്ചത്. We need a map of the entire warehouse. We want to see every single table hidden inside the database structure. We target the master blueprint database server. അതായത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മൊത്തം എല്ലാ ടേബിൾസും, ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ടേബിൾസും നമുക്ക് ഇതാക്കണം. ഓക്കെ, അപ്പം if you don't understand the, അപ്പം ഇതിന് വൈറസിന്റെ ടെക്നിക്ക്, if you want to sound more like a cyber security person, instead of using the word virus, you can use payload. Okay, payload virus, it's not exactly the same, but then virus ഒരു payload ആണ്. ഓക്കെ, പേലോഡ് ഇൻജക്ട് ചെയ്യാന്നാ പറയാം. ഓക്കെ, അപ്പം ഈ പേലോഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ, ഈ പേലോഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ. ഓക്കെ, ഐ എം ഗോയിങ് ടു സെലക്ട് ഹിയർ, സബ്മിറ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഇതിൻ്റെ അകത്ത് എത്ര ടേബിൾസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഒരു ടേബിൾ ഗസ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ടേബിളും ഉണ്ട്, യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളും ഉണ്ട്. 2 ടേബിൾസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, look at the screen. The application is printing internal blueprint schema catalog. You can see structural entries like guest book and, more importantly, a table explicitly called users. അതായത് മൊത്തം യൂസേഴ്സിനെ മാത്രം ഉള്ള ഒരു സാധനം, ഒരു ടേബിൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അതിനെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, I know you guys are not understanding. Are you guys understanding anything? I'm going too fast. കാരണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ, ഇത് വായിച്ച് ചെയ്യുമ്പോൾ it'll be easier. Okay, so now നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യൂസേഴ്സിൻ്റെ ഒക്കെ പാസ്വേഡ്സ് നമ്മൾ കളക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓൾറൈറ്റ്.
We know the engine identity. We have the map of the tables. And we located the exact sector named users. Now it's time for full identity theft. Let's pull the master credentials. Type this file extraction payload into the field. ഇനി നമ്മൾ ഇത് ഏതുപോലെ തന്നെ അറിയോ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്ത് കൊടുക്കുകയെന്ന് യൂസർ നെയിമും പാസ്വേഡിൻ്റെ സ്ഥലത്ത് നിങ്ങൾ യൂസർ നെയിം കൊടുക്കുക, എല്ലാ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിൻ്റെ പാസ്വേഡ് കൊണ്ടുപോകുക എന്ന് നിങ്ങളൊരു ക്വയറി SQL ക്വയറി കൊടുത്ത് അത് അവിടെ പോയി റൺ ചെയ്ത് മൊത്തം ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിൻ്റെ പാസ്വേഡ് കിട്ടുന്ന പോലത്തെ സാധനമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിംഗിൾ കോട്ട് കൊടുക്കും. അതോടെ ആ ഡെവലപ്പർ ഉദ്ദേശിച്ച സാധനം അവിടെ കട്ടായി. ഇനി ബാക്കി നമ്മൾ പറയുന്നതാണ് യൂണിയൻ സെലക്ട് യൂസർ പാസ്വേഡ് ഫ്രം യൂസേഴ്സ്. നമുക്ക് എങ്ങനെ മനസ്സിലായി യൂസർ എന്ന് പറയുന്ന ടേബിൾ ഉണ്ടെന്ന്? കാരണം നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു യൂസേഴ്സ്. ഓക്കെ, യൂസേഴ്സ് ആണ് ടേബിളിൻ്റെ പേര്. അപ്പം യൂണിയൻ സെലക്ട് യൂസറും പാസ്വേഡും ഈ ടേബിളിൽ നിന്ന്. I give that over here. Not. Oh, sorry. മൊത്തം സെലക്ട് ചെയ്യണം. അതാ. ഓക്കെ, യൂസർ ID 1 അഡ്മിൻ ആണ്. എൻ്റെ സർനെയിമിൻ്റെ സ്ഥലത്ത് പാസ്വേഡ് വന്നു. ഓക്കെ, രണ്ടാമത്തെ ആളുടെ പേര് ഗോർഡൻ B, ആളുടെ പാസ്വേഡാണിത്. മൂന്നാമത്തെ ആളുടെ പേര് മൂന്നാമത്തെ യൂസർ നെയിം 1337ൻ്റെ പാസ്വേഡാണിത്. നാലാമത്തെ ആളുടെ പാബ്ലോൻ്റെ പാസ്വേഡാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് SQL ഇഞ്ചക്ഷൻ. അതായത് by exploiting the lack, see, yes, we are in full control. Look at your browser screen. It is displaying one user. It isn't displaying one user anymore. It has dumped their user login names and secret encrypted authentication password hashes for every single account. ഇത് പാസ്വേഡ് അല്ല, ഇത് പാസ്വേഡ് ഹാഷ് ആണ്. നമ്മൾ dehash ചെയ്ത് നമുക്ക് പാസ്വേഡ് കിട്ടും. What's hashing? For another day. Okay, അപ്പം by exploiting the lack of data, input data and sanitization, you bypassed every login constraint and pulled the raw credentials straight out of the vault. Okay, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ SQL ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ വിൽ ഗോ മോർ ഇൻ ടു ദിസ്. ഓക്കെ, നാളത്തെ സെഷൻ റെക്കോർഡഡ് സെഷൻ വിൽ ഗോ മോർ ഇൻ ടു ദിസ്. പക്ഷേ SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നാൽ is one of the most, let me stop sharing the screen and then so you guys can see me. Okay, SQL ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ is one of the most common. ഓക്കെ, ഈ ടോപ്പ് 10 ഭക്ഷണം, കുറ്റിയാടിയിൽ കിട്ടുന്ന ടോപ്പ് 10 ഭക്ഷണം, അതുപോലെ ടോപ്പ് 10 വെബ് അപ്ലിക്കേഷൻ അറ്റാക്സ്, അതായത് ഈ ഏറ്റവും കോമൺ ആയ അറ്റാക്കുകൾ ലിസ്റ്റ് ചെയ്യുന്ന OWASP എന്നാണ് പറയാം, OWASP. ഓക്കെ, അപ്പം OWASPിൽ ഇപ്പോഴും SQL ഇഞ്ചക്ഷൻ ഉണ്ട്. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വെബ് അപ്ലിക്കേഷനുകൾ, അതായത് വെബ് അപ്ലിക്കേഷൻസ് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നത് ഈ SQL ഇഞ്ചക്ഷൻ വഴിയാണ്. പ്രോപ്പർ ഡാറ്റ സാനിറ്റൈസേഷൻ ഇല്ലാണ്ട് അവരെന്ത് ചെയ്യും, അവരുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ചിലപ്പോൾ അവർ ചോദിക്കാം, ഓക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് എന്ത് പറയാനുണ്ട് എന്നായിരിക്കും. ഓക്കെ, ആ എന്ത് പറയാനുണ്ടെന്ന് ഒരു സിമ്പിൾ ചോദ്യം നമ്മൾ അവിടെ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് നമ്മളുടെ പേലോട് നമ്മൾ ഇട്ടിട്ട് നേരെ അവരുടെ സെർവറിൽ പോയി റൺ. അതുവരെ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ, ഡു നോട്ട് ട്രസ്റ്റ് ദം. ഫസ്റ്റ് നോക്കുന്നത് ഇപ്പോൾ ആസ് യു ഓൾ യു ഹാവ് ഹേർഡ് റീസെൻ്റ്ലി ഒരാൾക്ക് UAE എങ്ങാനും അയാൾ പോകാൻ നിൽക്കുമ്പം അയാൾക്ക് അറിയുന്ന ഒരാൾ ഒരു അച്ചാറിൻ്റെ കുപ്പി കൊണ്ടു കൊടുത്തു. ഓക്കെ, ലെറ്റ്സ് സേ ഇതൊരു അച്ചാറിൻ്റെ കുപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഈ അപ്പോൾ ആരെങ്കിലും ഇപ്പം നിങ്ങൾക്ക് അവിടെ ഗൾഫിലുള്ള ആർക്കും കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇന്നസെന്റ് അച്ചാറിൻ്റെ കുപ്പി, വാട്ട് കുഡ് പോസിബിളി ഗോ റോങ്. പക്ഷെ എന്തോ സംശയം തോന്നി അയാൾ അച്ചാറിൻ്റെ കുപ്പി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന്. Okay, so apply the same principle. Do not trust anyone. Okay, not in real life. Give personal vent to people. But then വെബ് അപ്ലിക്കേഷനിൽ എന്താണ്, ഇഫ് യു ട്രസ്റ്റ് പീപ്പിൾ, ഓക്കെ, അവർ ഇൻപുട്ട് എന്തോ ഒരു യൂസർ നെയിം ചോദിച്ചാൽ യൂസർ നെയിമേ തരുള്ളൂ. നോ, യൂസർ നെയിം ചോദിച്ചാൽ അവർ ചിലപ്പോൾ വൈറസ് കയറ്റും എന്നുള്ള പ്രിസംഷന് എന്നാണ് പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് എന്ന് പറയാം. ദർ ഇസ് 2 types of presumptions. There is presumption of innocence and presumption of guilt. ആർക്കെങ്കിലും ഈ വാക്ക് മുമ്പ് കേട്ടിനോ, പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ്? ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. ഇത് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണോ പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് ആണെന്ന് പറയണം. പള്ളികളില്ലേ, ഇപ്പം നമ്മളുടെ നാട്ടിൽ പള്ളികൾ പുറത്ത് വെള്ളത്തിൻ്റെ ടാപ്പ് വെക്കും, വെള്ളം കുടിക്കാൻ ആളുകൾക്ക്, റോഡിൽ പോകുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാം. അപ്പം അവിടെ അവരൊരു ഗ്ലാസ് വെക്കും. ആ ഗ്ലാസ് അടിച്ചു കൊണ്ടുപോകൂല, ആളുകൾ ഇത് അടിച്ചു കൊണ്ടുപോകില്ല. അത് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണോ പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് ആണോ? ആൾക്കാർ ഇത് അടിച്ചു ജസാഖല്ലാ സിസ്റ്റർ ഫർസാന, അത് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണ്. ഓക്കെ, ഒരാള് നിങ്ങൾ വീട്ടിന്റെ രാത്രി ഉറങ്ങുമ്പോൾ വീട്ടിന്റെ ഡോറ് ലോക്ക് ചെയ്യുന്നു, അത് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണോ പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് ആണോ? ജസാഖല്ലാ ഖൈർ, അത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് ആണ്. ആളുകൾ ഉള്ളിൽ കയറും എന്ന് നമ്മളങ്ങ് പ്രിസ്യൂം ചെയ്യണം. നമ്മൾ അങ്ങനത്തെ ഒരു മുൻധാരണ വെച്ചിട്ട് അതിന് പ്രിക്കോഷൻ എടുക്കാം. മറ്റേതെന്താണ്, മറ്റേതില്ല, ആളുകൾ ഒരു ഗ്ലാസ് ഒന്നും ആരും മോഷ്ടിച്ചു കൊണ്ടുപോകില്ല.
ഓക്കെ. അല്ലെങ്കിൽ ഒരാൾ ഇപ്പം അയാൾ ഇപ്പം അയാളെ നാട്ടില് പള്ളീന്റെ തൊട്ടിപ്പുറത്തുണ്ട് മമ്മൂക്കാക്ക് ഒരു പീടിയ, മമ്മൂക്ക എന്നാ വിളിക്കാം. അപ്പൊ മമ്മൂക്കാന്റെ പീടിയയിൽ എന്തുണ്ട്, മമ്മൂക്ക പള്ളിയിൽ പോകുമ്പോൾ പീടിയന്റെ മെയിൻ ഷട്ടർ താത്തും, പക്ഷെ അവിടെ പീടിയന്റെ പുറത്താണ് ഈ ലെയ്സെല്ലാം തൂക്കിയിടുക. ലെയ്സെല്ലാം മമ്മൂക്ക എടുത്ത് ഉള്ളിൽ ഇടൂല. ഓക്കെ. അപ്പൊ ഇവിടെ ലെറ്റ് മീ ആസ്ക് യു, ഷട്ടർ താത്തുന്നത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് ആണോ ഇന്നസെൻസ് ആണോ? ഷട്ടർ താത്തുന്നത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് ആണ്. പക്ഷെ ലെയ്സൽ അവിടെ തന്നെ തൂക്കിയിട്ടിട്ട് പള്ളി പോകുന്നത് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണോ ഗിൽറ്റ് ആണോ? ഇന്നസെൻസ്. എക്സാക്ട്ലി, അത് ഇന്നസെൻസ് ആണ്. ലെയ്സ് അല്ല, ഇപ്പൊ 5 ഉറുപ്പ്യൻ്റെ ആരെടുക്കാനാ, അത് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ വി ഓൾവേസ് ഹാവ് പ്രിസംഷൻ ഓഫ് ഗിൽറ്റ്. ആളുകൾ ഇത് ഹാക്ക് ചെയ്യും എന്നുള്ള പ്രിസംഷനിലാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ. സോ ദാറ്റ്സ് വാസ് ദാറ്റ്. ടുമോറോ വിൽ ഗോ മോർ ഇൻ ടു ഡീറ്റെയിൽ ഇൻ ടു ദിസ്. ആൻഡ് നാളത്തെ സെഷൻ കണ്ട യു വിൽ ഹാവ്, നിങ്ങൾക്ക് ഇന്നൊന്നും കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും ടുമോറോ വിൽ സ്റ്റാർട്ട് ഫ്രോം ദി ബിഗിനിങ് ആൻഡ് വിൽ ടേക്ക് ഇറ്റ് സ്ലോ. ഓൾറൈറ്റ്. ഞാൻ എൻ്റെ സംശയം ഉണ്ടോന്ന് വെച്ചാൽ ഒരുപാട് സംശയം ഉണ്ടാവുന്ന എനിക്കറിയാം. സോ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും, ഇഫ് യു വോണ്ട് ടു ആസ്ക് സംതിങ് ഫ്രം ടുഡേ സെഷൻ യു ക്യാൻ ആസ്ക് നൗ or we can end the session. It's 10:05. What do you guys think? You have a doubt from the last session, please go on. And I'll recording in the end, inshallah.